ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് അവരുടെ അസൈൻമെൻറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് പല കുട്ടികൾക്കും അതിൻ്റെ ഡൗട്ടുകൾ ഉണ്ടാവും. എത്രയാണ്, എത്ര അസൈൻമെൻറ്റുകളുണ്ട്, അതുപോലെ എങ്ങനെയാണ് ടോപ്പിക്ക് നമുക്ക് എങ്ങനെ ലഭിക്കും, അതിൻ്റെ മാർക്കുകൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതുപോലെ തന്നെ അസൈൻമെൻറ്റുകൾ ഡിസ്ക്രിപ്റ്റീവ്, അനാലിറ്റിക്കൽ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ പല കുട്ടികളും അങ്ങനെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിശദമായിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് നൽകാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ സെമസ്റ്റർ ഒന്നാമത്തെ സെമസ്റ്റർ 1 ബേസ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ നൽകുന്നത്. പിന്നെ ബാക്കിയുള്ള സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് 4 കൂടുതൽ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടായേക്കാം. ഫസ്റ്റ് സെമസ്റ്റർ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്താൽ അതിൻ്റെ അതേ മോഡൽ തന്നെയാണ് ബാക്കിയുള്ള സെമസ്റ്ററുകളിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തയ്യാറാക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെമസ്റ്റർ 1 നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകളാണ് കോമൺലി ഉണ്ടാവാറ്. അത് എല്ലാ UG കോഴ്സുകൾക്കും എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകൾക്കും നിങ്ങൾ 2 അസൈൻമെൻറ്റ് വീതം തയ്യാറാക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സെമസ്റ്ററിലുള്ള സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് അസൈൻമെൻറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് 2 അസൈൻമെൻറ്റുകളാണ് ആ ഒരു സബ്ജക്റ്റിന് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ അസൈൻമെൻറ്റ് തന്നെ അസൈൻമെൻറ്റ് 2 രൂപത്തിലാണ് ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റുകൾ വരുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ അസൈൻമെൻറ്റ്. അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു അസൈൻമെൻറ്റ് എഴുതുകയാണെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റും അതിനെഴുതണം, ഒരു അനലിറ്റിക്കൽ അസൈൻമെൻറ്റും എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 സബ്ജക്റ്റ് ആണെങ്കിൽ 4 സബ്ജക്റ്റിനും ഓരോ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റും, അതുപോലെ തന്നെ 4 സബ്ജക്റ്റിൻ്റെ ഓരോ അനലിറ്റിക്കൽ അസൈൻമെൻറ്റുകളും നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തയ്യാറാക്കേണ്ടതുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എന്താണ്, അനലിറ്റിക്കൽ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ വിദ്യാർത്ഥിക്ക് ഏകദേശം 8 അസൈൻമെൻറ്റുകളാണ് മൊത്തം യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ ഉണ്ടാവുക. ഓക്കെ, കാരണം 4 സബ്ജക്റ്റ് ആയതുകൊണ്ട് 4 സബ്ജക്റ്റിനും 2 അസൈൻമെൻറ്റ് വീതം തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 4 ഡിസ്ക്രിപ്റ്റീവും 4 അനലിറ്റിക്കലുമാണ് ഉണ്ടാവുക. ഓരോ സബ്ജക്റ്റിനും ഓരോ ഡിസ്ക്രിപ്റ്റീവും ഓരോ അനലിറ്റിക്കൽ അസൈൻമെൻറ്റുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെമസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് 5 or 6 വിഷയങ്ങൾ ഉണ്ടാകും, സബ്ജക്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് അസൈൻമെൻറ്റുകളും എണ്ണം വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിനൊക്കെ അസൈൻമെൻറ്റുകളുടെ എണ്ണവും കൂടുന്നതാണ്. ഓക്കെ, പിന്നെ അസൈൻമെൻറ്റിൻ്റെ മാർക്കുകളും വ്യത്യാസമുണ്ട്. 15 മാർക്ക്, 10 മാർക്ക്, 5 മാർക്ക് വീതമാണ് വരുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഭാഗത്തായിട്ട് വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളോട് കൂടെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൽ വരുന്നത് ഡിസ്ക്രൈബ് ഫാക്റ്റ് ഓർ ഡീറ്റെയിൽ അബൌട്ട് എ ടോപ്പിക്. നിങ്ങൾക്ക് ടോപ്പിക്ക് തന്നിട്ടുണ്ടാകും, ടോപ്പിക്ക് യൂണിവേഴ്സിറ്റി തരും. അതിനെപ്പറ്റി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്താണോ അറിയുന്നത് അത് കണ്ടെത്തി അത് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഫാക്റ്റുകൾ, ഡീറ്റെയിൽസ് ഒരു ടോപ്പിക്കിനെ പറ്റി, ഒരു തിയറി ആവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആവാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ട്, ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ കമ്പാരിസൺ നടത്താനോ
ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ടെൽ വാട്ട് സംതിങ് ഈസ്, എന്താണോ അത് പറയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നോ ഒപ്പീനിയൻസ് ഓർ അനാലിസിസ്, നിങ്ങളതിൻ്റെ ഒപ്പീനിയൻസോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾ കമ്പയർ ചെയ്യാനോ അത് വിശദീകരണം ചെയ്യാനോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ മെയിൻ ഗോൾ എന്നുള്ളത് ടു ഇൻഫോം, കാര്യം പറയുക. നിങ്ങളൊരു വ്യക്തിയെ പറ്റി എഴുതുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുക, അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടെത്തി അത് അവതരിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ക്രൈറ്റീരിയ കൊടുത്തിട്ടുള്ളത് എക്സ്പ്ലനേഷൻ ഓഫ് ദ തിയറി ഓർ ഐഡിയ. നിങ്ങൾക്കൊരു ഐഡിയ തരും, അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്. ഓക്കെ, പൊതുവേ ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്. ജസ്റ്റ് വായിച്ച് നോക്കിയിട്ടോ സെർച്ച് ചെയ്തിട്ടോ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അതിന് ഞാൻ വേണമെങ്കിൽ ഒരു ടോപ്പിക്കിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എക്സ്പ്ലെയിൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് യുണൈറ്റഡ് നേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ യുണൈറ്റഡ് നേഷൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതിൻ്റെ ഘടന എങ്ങനെയാണ്, അതിൻ്റെ സംഘടന എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ ഉള്ളത് എന്നുള്ളത് ഐക്യരാഷ്ട്ര സഭയുടെ ആ രൂപം വിശദീകരിക്കുക. അപ്പോൾ നിങ്ങൾ വേറെ പഠനങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല, അതിലെന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ജസ്റ്റ് പറയാനുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഔട്ട്ലൈൻ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ പറയുന്നതാണ് നമ്മൾ ചെടികളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തെ പറ്റി വിശദീകരിക്കുക. ഓക്കെ, അതെന്താണോ ആ പ്രോസസ്സ് നിങ്ങൾ പറയാനുള്ളൂ, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ബാക്കിയുള്ള കമ്പയർ ചെയ്യാനോ ഒന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് പറയാനുള്ളതാണ്. അതുപോലെ തന്നെ ഉദാഹരണം, എക്സാമിൻ ദ കീ കോമ്പോണൻസ് ഓഫ് ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഓക്കെ, ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. ഓക്കെ, അത് ബാധിക്കുന്നതോ മറ്റ് വേറുമായുള്ള കണക്ഷനോ ഒന്നും ചോദിക്കുന്നില്ല, അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പിന്നെ വ്യത്യാസമായിരിക്കും അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ എന്ന് പറയുന്ന വേർഡ് തന്നെ ഉദ്ദേശിക്കുന്നത് അനാലിസിസ് എന്നുള്ളതാണ്. അവരുടെ കമ്പാരിസൺ നടത്താൻ, കമ്പയർ ചെയ്യാനും കൂടുതൽ പഠനം നടത്താനൊക്കെ ഈ അനലിറ്റിക്കൽ അസൈൻമെൻറ്റിൽ ഉണ്ടാകും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ടൈം ചിലവഴിച്ച് കുറച്ച് കൂടുതൽ കണ്ടെത്തലുകൾ നടത്തി നമ്മൾ ഒപ്പീനിയൻസുകളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യേണ്ട ഒന്നാണ് അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിൻസ് ആൻഡ് എക്സ്പ്ലെയിൻസ് ഐഡിയ ഡീപ്ലി, ഒരു ഐഡിയയെ നമ്മൾ പിന്നെ മനസ്സിലാക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും അനലിറ്റിക്കൽ അസൈൻമെൻറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ടെൽസ് വൈ ഓർ ഹൗ സംതിങ് ഹാപ്പൻസ്, ഇതെന്താണ് ഇങ്ങനെ ആവാനുള്ള കാരണം, വൈ ഹൗ എന്നുള്ള ഡിസ്കഷനൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. ഇൻക്ലൂഡ്സ് ഒപ്പീനിയൻസ് ബേസ്ഡ് ഓൺ എവിഡൻസ്, നമ്മൾ തെളിവുകൾ കണ്ടെത്തി കമ്പാരിസൺ നടത്തി നമ്മൾ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രറ്റ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് വിശകലനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അനലിറ്റിക്കൽ അസൈൻമെൻറ്റ്. ഓക്കെ, യൂണിവേഴ്സിറ്റി അതിൻ്റെ ക്രൈറ്റീരിയയിൽ കൊടുത്തുള്ളത് ക്രിട്ടിക്കൽ ഇൻക്വയറി, നമ്മൾ ക്രിട്ടിക്കലായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കുന്നു. ഫോർമുലേഷൻ ഓഫ് ഐഡിയാസ്, ഓക്കെ, നമ്മൾ ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഐഡിയകളെ രൂപീകരിക്കുന്നു. ആൻഡ് അനാലിസിസ് ആൻഡ് ഇല്ലസ്ട്രേഷൻ, അതിന് നമ്മൾ ചിത്രീകരണങ്ങളും നമ്മളെ വിലയിരുത്തലുകളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ട് അനലിറ്റിക്കൽ അസൈൻമെൻ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവാലുവേറ്റ് ദ സോഷ്യോ എക്കോണമിക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ദ എഡ്യൂക്കേഷണൽ ഇനീക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. സോഷ്യോ എക്കോണമിക് ഫാക്ടേഴ്സിനെ എന്താണെന്ന് അറിയണം, അത് എങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഇനീക്വാളിറ്റിയെ, വിദ്യാഭ്യാസ അസമത്വത്തെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ അസമത്വത്തെ ബാധിക്കുന്നത് എന്ന് വിശദീകരിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്തിട്ട് അതിൽ നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ കാണുന്നത് നമ്മൾ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് മാത്രമല്ല, അതും മനസ്സിലാക്കണം. നമുക്ക് എഡ്യൂക്കേഷണൽ ഇനീക്വാളിറ്റിയും മനസ്സിലാക്കിയിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അസസ് ദ ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൺ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ എങ്ങനെയൊക്കെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ AI എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റുള്ള മേഖലകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഇതിൽ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കറിയണം, അത് എംപ്ലോയ്മെൻറ്റ് മേഖലയിലുള്ള അതിൻ്റെ സ്വാധീനവും നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി അതുപോലെ ടോപ്പിക്കാണ് ഡിസ്കസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ പോളിസി മെഷേഴ്സ് ഇൻ എൻഷുറിങ് എക്കോണമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ നമുക്ക് ഫിസ്ക്കൽ പോളിസി, നമ്മളെ സാമ്പത്തിക പോളിസികൾ ഏതൊക്കെയാണ്, ധനകാര്യ നയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് നമുക്കൊരു സാമ്പത്തിക സുസ്ഥിരത നൽകുന്നത് എന്നുകൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് അസൈൻമെൻറ്റുകൾ രണ്ട് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റും അനലിറ്റിക്കൽ അസൈൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാവുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ടോപ്പിക്ക് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് നൽകും. യൂണിവേഴ്സിറ്റി ടോപ്പിക്കുകൾ അടങ്ങുന്ന ഒരു PDF നിങ്ങൾക്ക് നൽകും. അപ്പോൾ നിങ്ങൾക്ക് 5 ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്കും 5 അനലിറ്റിക്കൽ ടോപ്പിക്കും യൂണിവേഴ്സിറ്റി നൽകും. അതിന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ സെറ്റ് 1, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി നൽകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് അനലിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഓരോ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഈ 5 ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതാണോ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് PDF സൈറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ടലിൽ കയറിയാലും നിങ്ങൾക്ക് സ്റ്റുഡൻസ് പോർട്ടലിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റുകളൊക്കെ പറഞ്ഞു. ഇനി അസൈൻമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അസൈൻമെൻറ്റ് എഴുതി അത് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മളിനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ അസൈൻമെൻറ്റ് സ്ട്രക്ചറിൽ ഫസ്റ്റ് അസൈൻമെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെക്കേണ്ടത് ഒരു ഫേസിങ് ഷീറ്റാണ്. അത് ഫേസിങ് ഷീറ്റ് യൂണിവേഴ്സിറ്റി തന്നെ നൽകുന്നതാണ്. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ഫസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ ഫസ്റ്റ് പേജായിട്ട് വരേണ്ടത് ഈ ഫേസിങ് ഷീറ്റാണ്. ഈ ഫേസിങ് ഷീറ്റ് 2 രൂപത്തിലാണ്, ഫോം 1 ഫോം 2 എന്ന് പറഞ്ഞ് 2 രൂപത്തിലാണ് ഈ ഫേസിങ് ഷീറ്റുകൾ വരിക. അപ്പോൾ ഫോം 1 നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിലും, ഫോം 2 നിങ്ങളുടെ അനലിറ്റിക്കൽ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിലുമാണ് വെക്കേണ്ടത്. അപ്പോൾ എല്ലാ അസൈൻമെൻറ്റിനും നിങ്ങൾ ഇത് പ്രിൻ്റ് എടുത്ത് ഫ്രണ്ടിലായിട്ട് പിൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസിങ് ഷീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടൈറ്റിൽ പേജ്. അപ്പോൾ ഈ ടൈറ്റിൽ പേജിൽ ഈ അസൈൻമെൻറ്റിൻ്റെ ടോപ്പിക്കാണ് എഴുതുക. അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രക്ചർ നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരുന്നുണ്ട്. ഫേസിങ് ഷീറ്റിൻ്റെയും ഇമേജുകൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ടൈറ്റിൽ പേജിലാണ് ഏത് ടോപ്പിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് ഈ ടൈറ്റിൽ പേജിലാണ്. അതിൽ നിങ്ങൾ ടോപ്പിക്കും ചില LSCകൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറയാറുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ഫോം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് ടൈറ്റിൽ പേജിൽ മാത്രമേ ഉള്ളൂ. ചില യൂണിവേഴ്സിറ്റി ചില ലേണിംഗ് സെൻറ്ററുകൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഉൾപ്പെടുത്താൻ പറയാറുണ്ട്. അതിൻ്റെ ചെറിയൊരു ഫോം അവസാനത്തിൽ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഫേസിങ് ഷീറ്റ് നമ്മൾ കൊടുത്തു, ഫസ്റ്റ് ടൈറ്റിൽ പേജ്. ഇനി നമ്മൾ കൊടുക്കുന്നത് ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം നിങ്ങൾ തയ്യാറാക്കുക. ഇനി നെക്സ്റ്റ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ ആ കാര്യം എക്സ്പ്ലനേഷൻ നടത്തുന്നു. അതല്ല അനലിറ്റിക്കൽ അസൈൻമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തുന്നു. അതൊരു മിനിമം ഒരു 6 മുതൽ 8 പേജ് വരെ എങ്കിലും മിനിമം ഉണ്ടാകാൻ ശ്രമിക്കണം. അതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ്. ആമുഖം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കണ്ടൻറ്റ് മെയിൻ നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങളവിടെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം കൺക്ലൂഷൻ, ഒരു നിഗമനം, നിങ്ങൾ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ അസൈൻമെൻറ്റ് വിലയിരുത്തി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് അത് എഴുതുകയും ചെയ്യണം. പിന്നെ അവസാനമായിട്ട് എഴുതേണ്ടത് ബിബിലിയോഗ്രഫി ഓർ റെഫറൻസ്. നിങ്ങൾക്ക് ബിബിലിയോഗ്രഫിയോ റെഫറൻസോ നിങ്ങൾക്ക് തയ്യാറാക്കാം. ബിബിലിയോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങളിതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം. റെഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട്
ഈ അസൈൻമെൻറ്റിൽ പിന്നെ നിങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം ഈ അസൈൻമെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്കുകളൊക്കെ ആണ് റെഫറൻസുകളെന്ന് ഉൾക്കൊള്ളിക്കുന്നത്. ചെറിയ വ്യത്യാസമുള്ളൂ രണ്ടും കൂടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബിബിലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ് ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ, നിങ്ങൾ റെഫർ ചെയ്ത സൈറ്റുകൾ, അതുപോലെ വീഡിയോകൾ, അതുപോലെ വിക്കിപീഡിയ അതുപോലുള്ള സൈറ്റുകൾ, ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ റെഫറൻസായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ നമ്മൾ അസൈൻമെൻറ്റിൻ്റെ മാർക്കുകളാണ്. അസൈൻമെൻറ്റ് മാർക്കുകൾ ഓരോ സബ്ജക്റ്റിനും വ്യത്യാസമുണ്ട്. ചില സബ്ജക്റ്റുകൾക്ക് 6 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലുള്ള മാർക്കുകളാണ് ക്രെഡിറ്റുകൾ എന്ന് പറയുക. അപ്പോൾ സിമ്പിളായിട്ട് അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. കൂടുതലായിട്ട് ക്രെഡിറ്റ് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 6 ക്രെഡിറ്റ് മാർക്കുകളുള്ള പിന്നെ ടോപ്പിക്കുകൾക്കൊക്കെ 15 മാർക്കാണ്. 4 ക്രെഡിറ്റ് ഉള്ളതിന് 10 മാർക്കാണ്. 2 ക്രെഡിറ്റ് ഉള്ളതിന് 5 മാർക്കാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 15 മാർക്കിൻ്റെ അസൈൻമെൻ്റ് ഉണ്ട്, 10 മാർക്കിൻ്റെ അസൈൻമെൻ്റ് ഉണ്ട്, 5 മാർക്കിൻ്റെ അസൈൻമെൻ്റ് ഉണ്ട്. അത് ഓരോ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് മാറും. അത് ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏത് സബ്ജക്റ്റിനാണെങ്കിലും അസൈൻമെൻറ്റ് എഴുതുന്നത് ഇതുപോലെ തന്നെയാണ്. ഇതേ പേജിലും എണ്ണത്തിലും ഒക്കെ ഇതുപോലെ തന്നെയാണ്. അസൈൻമെൻറ്റ് വലുപ്പം കുറക്കാനൊന്നും പറ്റില്ല. ഇതേ രൂപത്തിൽ തന്നെയാണ് അസൈൻമെൻറ്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്, അനലിറ്റിക്കൽ ആണെങ്കിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സ്കോറുകൾ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ മാർക്കിംഗ് ക്രൈറ്റീരിയ ഡിസ്ക്രിപ്റ്റീവിന് നമ്മൾ 15 മാർക്കുകൾ അല്ലെങ്കിൽ 6 ക്രെഡിറ്റുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ പിന്നെ സബ്ജക്റ്റുകൾക്കുള്ള പിന്നെ മാർക്ക് ഇവിടെ വിശദമായിട്ട് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. നമ്മുടെ ആമുഖം ഇതിന് 2 മാർക്കാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിൻ്റെയാണ് നമ്മൾ വിശദീകരണം നൽകുന്നു. അഥവാ നിങ്ങളുടെ എക്സ്പ്ലനേഷന് 6 മാർക്കാണ് മെയിൻ ഭാഗം. പിന്നെ നിങ്ങൾ മൊത്തത്തിൽ ആ സബ്ജക്റ്റുകളുടെ വ്യക്തതക്കും ശൈലി ഘടനക്കൊക്കെ 3 മാർക്ക്. അതുപോലെ നിങ്ങളുടെ കൺക്ലൂഷൻ, വ്യക്തമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന 2 മാർക്ക്. പിന്നെ ഗ്രന്ഥസൂചിക അഥവാ ബിബിലിയോഗ്രഫി റെഫറൻസുകൾക്കൊക്കെ 2 മാർക്കാണ്. ഓക്കെ, ദെൻ പിന്നെ അതുപോലെ അനലിറ്റിക്കലിനും ഇതുപോലെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അനലിറ്റിക്കൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, വിമർശനാത്മക അന്വേഷണമാണ്. ആശയങ്ങൾ രൂപപ്പെടുത്തൽ, വിഷയീകരണം, ചിത്രീകരണങ്ങൾ, ഇല്ലസ്ട്രേഷൻ, അതിനൊക്കെ 6 മാർക്കാണ് ഉള്ളത്. മുമ്പ് ഞാൻ പറഞ്ഞു, പിന്നെ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കും തമ്മിൽ വ്യത്യാസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഇതിനാണ് 6 മാർക്ക് വരുന്നത്. ഓക്കെ, ഇതിന് ഘടനയ്ക്ക് 3 മാർക്ക്, വ്യക്തമായ നിഗമനം 2 മാർക്ക്. പിന്നെ നിങ്ങളിതിൽ പിന്നെ അനലിറ്റിക്കലിന് ഈ ഗ്രന്ഥസൂചിക റെഫറൻസുകൾക്ക് പുറമെ തന്നെ നിങ്ങൾക്ക് ഫുട് നോട്ടുകൾ ആഡ് ചെയ്യാം. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പ്രത്യേകം ഈ അനലിറ്റിക്കൽ വിഷയങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങൾ റെഫർ ചെയ്ത വർക്കുകളുടെ ഫുട് നോട്ടുകൾ നിങ്ങളുടെ ഓരോ പേജിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാം. ദെൻ അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ഈ 15 മാർക്കിൻ്റെ അഥവാ 6 ക്രെഡിറ്റ് സബ്ജക്റ്റുകൾക്ക് വരുന്ന മാർക്കിംഗ് ക്രൈറ്റീരിയ ഇങ്ങനെയാണ്. ദെൻ അതുപോലെ തന്നെ 10 മാർക്കിൻ്റെ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ടോട്ടലി നോക്കുമ്പോൾ 10 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അതേ കാര്യങ്ങൾ തന്നെയാണ്, ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മൊത്തം 10 മാർക്ക്. ദെൻ അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 ക്രെഡിറ്റുള്ള സബ്ജക്റ്റുകൾക്ക് ഉള്ള മാർക്ക് ഇങ്ങനെയാണ്. എല്ലാത്തിനും ഓരോ മാർക്ക് വീതമാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അത് മനസ്സിലായെന്ന് കരുതുന്നു. ദെൻ ഓക്കെ, അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മിനിമം അസൈൻമെൻറ്റ് വളരെ ചെറുതാവരുത്. ഒരു 8 മുതൽ 10 പേജെങ്കിലും മിനിമം അസൈൻമെൻറ്റ് ഉണ്ടാവാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ പരമാവധി നമ്മൾ പിന്നെ ഇൻട്രൊഡക്ഷനും കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ മിനിമം ഒരു 10 പേജെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുതന്നെ നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഫേസ് ഷീറ്റും ടൈറ്റിൽ പേജൊന്നും കൂടാതെ തന്നെയാണ് 8 മുതൽ 10 പേജെങ്കിലും മിനിമം ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ചില LSCയിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഇന്ന് വൃത്തിയായിട്ട് എഴുതുക. ഇതിൻ്റെ സബ്മിഷൻ ഡേറ്റുകൾ യൂണിവേഴ്സിറ്റി അറിയിക്കും നിങ്ങൾക്ക്. അത് ആ സമയത്തിനുള്ളിൽ
മുമ്പ് ഓഫ്ലൈനായിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇത് ഓൺലൈൻ സബ്മിഷനാണ് നടക്കുന്നത്. കൃത്യമായിട്ട് നല്ലതുപോലെ സ്കാൻ ചെയ്ത് കൃത്യസമയത്ത് അവർ നിർദ്ദേശിക്കുന്ന സൈസിലും ഫോർമാറ്റിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഹാൻഡ് റിട്ടൺ ആണ്, നമ്മൾ കൈകൊണ്ട് തന്നെ എഴുതി പിന്നെ സ്കാൻ ചെയ്താണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത്. വേറെ ഒരാളുടെ യൂസ് ചെയ്യാനോ നമ്മൾ പ്രിൻ്റ് ഔട്ടോ ഫോട്ടോ കോപ്പിയൊന്നും സ്വീകാര്യമല്ല, നിലവിൽ സ്വീകാര്യമല്ല. അപ്പോൾ ഹാൻഡ് റിട്ടൺ തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യുക. സ്കെച്ചസ് ആൻഡ് ഡെക്കറേഷൻ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ സ്കെച്ച് വരച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെ അതിന് ഭംഗിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പ്രത്യേക മാർക്കൊന്നുമില്ല. നിങ്ങളുടെ കണ്ടൻറ്റിനാണ് മാർക്ക്. അത് നിങ്ങളുടെ പ്രസൻറ്റേഷനും കണ്ടൻറ്റിനൊക്കെയാണ് മാർക്ക്. അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ദെൻ ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് വെക്കേണ്ടത് ഫേസ് ഷീറ്റാണെന്ന് പറഞ്ഞു. ഈ ഫേസ് ഷീറ്റ് 5 മാർക്കിനും 10 മാർക്കിനും 15 മാർക്കിനും വ്യത്യസ്ത രൂപത്തിലുള്ള ഫേസ് ഷീറ്റുകളാണുള്ളത്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് കരുതുന്നു. അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ PDF നൽകുന്നതാണ്. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ ഇതിൽ നമ്മളിതിൻ്റെ ഫേസ് ഷീറ്റിൻ്റെ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാം. കേട്ടോ, സബ്മിഷൻ ഫോം 1 നമ്മൾ ഫസ്റ്റ് വെക്കേണ്ടത് ഫോം 1 ആണ്. ഇത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ മാർക്കിംഗ് ക്രൈറ്റീരിയ 15 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയതൊക്കെ ഇവിടെ രേഖപ്പെടുത്താൻ സൗകര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ്, നിങ്ങളുടെ നെയിം, നമ്പർ, പ്രോഗ്രാം, സെമസ്റ്റർ, കോഴ്സ് കോഡ്, കോഴ്സ് ടൈറ്റിൽ, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ, ഓക്കെ, നിങ്ങളുടെ സിഗ്നേച്ചർ ഒക്കെ എഴുതുന്നതിനുള്ള സ്പേസുകൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യുക. ഇത് യൂണിവേഴ്സിറ്റിയിലുള്ള നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാർക്ക് രേഖപ്പെടുത്താൻ അവർക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. ടു ബി ഫിൽഡ് ഇൻ ബൈ ദ ഇവാലുവേറ്റേഴ്സാണ് അത് ഈ ഭാഗം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് 15 മാർക്കിൻ്റെതിൻ്റെ ഫോം ഇങ്ങനെയാണുള്ളത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ. അതുപോലെ തന്നെ 15 മാർക്കിൻ്റെ 50 മാർക്കിൻ്റെ അനലിറ്റിക്കൽ ഫോം 2 ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫോം 1 ഉണ്ട്, ഫോം 2 ഉണ്ട്. അപ്പോൾ ഇതിലും മാർക്ക് ഇവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഫോമിന് 15 മാർക്കിന്. അപ്പോൾ ഇതിനനുസരിച്ച് അവർ മാർക്ക് നിങ്ങൾക്ക് തയ്യാറാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2, 6, 3, 2, 2 അങ്ങനെയാണ് മാർക്ക് വരുന്നത്. ഇനി നിങ്ങൾ പിന്നെ 10 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 ക്രെഡിറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഫോം വ്യത്യാസമുണ്ട്. കണ്ടോ, ഇതിൽ 10 കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണത് ഫോം 1 ആണ്. 10 മാർക്കിൻ്റെ ഫോം 1 ആണ്. അതുപോലെ തന്നെ 10 മാർക്കിൻ്റെ ഫോം 2 ആണ് ഇത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രിൻ്റ് എടുത്താൽ മതി. ഓക്കെ, ഇത് ഡിസ്ക്രിപ്റ്റ് അനലിറ്റിക്കലാണ്. ദെൻ ഇനി 5 മാർക്ക്, ഇത് ഫോം 1. ഇത് എത്ര മാർക്കിൻ്റെ? 5 മാർക്കിൻ്റെയാണ് ഇതിൽ അതുപോലെ തന്നെ ഓവറോൾ ക്ലാരിറ്റി, സ്റ്റൈൽ, സ്ട്രക്ചർ, ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ്, ഇത് അനലിറ്റിക്കൽ. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് നമ്മൾ വെക്കുന്ന ഫേസ് ഷീറ്റിൻ്റെ രൂപം. നിലവിലെ നൽകിയിട്ടുള്ള ഫേസ് ഷീറ്റിൻ്റെ രൂപം ഇതാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അസൈൻമെൻറ്റിൻ്റെ ഒരു മോഡൽ നമ്മളിപ്പോൾ പറഞ്ഞു തിയററ്റിക്കലായാലും എങ്ങനെയാണ് അസൈൻമെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അസൈൻമെൻറ്റ് മോഡൽ, ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണാം. നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അത് തയ്യാറാക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ ഫോം വെക്കുക. ഓക്കെ, അത് 15 മാർക്കിൻ്റെ ആകാം, 10 മാർക്കിൻ്റെ ആകാം, 5 മാർക്കിൻ്റെ ആകാം ആദ്യം. ഓക്കെ, അപ്പോൾ അനലിറ്റിക്കലാണ്, ഇത് ഡിസ്ക്രിപ്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമ്മൾ വെക്കേണ്ടതാണ് ഫോം 1 ആണ്. അപ്പോൾ ഫോം 1 നമ്മൾ പിന്നെ പ്രിൻ്റ് എടുക്കുന്നു, അത് ഫ്രണ്ടിൽ വെക്കുന്നു, നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പേജ് വരുന്ന അസൈൻമെൻറ്റ് ടൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഏത് ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണോ 3 ആണോ 5 ആണോ ഏതാണോ ആ അസൈൻമെൻറ്റ്, രണ്ടാമത് പേജായിട്ട് വരുന്നത് അസൈൻമെൻറ്റ് ടൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതുന്നു. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ഈ ഭാഗത്ത് താഴെ ഭാഗത്തായിട്ട് പിന്നെ ഡീറ്റെയിൽസ്
നമ്മൾ ഫസ്റ്റ് പേജിൽ പുറമെ തന്നെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതാൻ പറയാറുണ്ട്, ഫോൺ നമ്പറൊക്കെ. അത് നിങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് പേജ്, ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത്. ഇതാണ് അസൈൻമെൻറ്റിൻ്റെ ടൈറ്റിൽ. നിങ്ങൾ വ്യക്തമായിട്ട് ഫുള്ളായിട്ട് എഴുതാൻ ശ്രമിക്കുക. ദെൻ ഇനി നെക്സ്റ്റ് വരുന്ന ഇൻട്രഡക്ഷനാണ്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇൻട്രഡക്ഷൻ ഒരു ചുരുങ്ങിയ ഒരു 1-2 പാരഗ്രാഫിലായിട്ട് ചെറുതായിട്ട് എഴുതുക. ഓക്കെ, ഇത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻ്റ് ആണ്. അതിൻ്റെ ഒരു മോഡൽ കാണിച്ച് തരികയാണ്. ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഇനിയാണ് ഇപ്പോൾ ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിൻ്റെ ആ കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്കിൻ്റെ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടെത്തി നമുക്ക് ആ വിഷയങ്ങൾ എഴുതി തുടങ്ങാം. ഓക്കെ, ഇതിപ്പോൾ 1, 2 ബാക്കി നമ്മളൊരു 6-7 പേജ് 8ഓളം പേജുകൾ നമ്മൾ കണ്ടെത്തിയ കണ്ടൻറ്റ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ കൺക്ലൂഷൻ, അപ്പോൾ നമ്മൾ എന്താണോ അതിൽ മനസ്സിലാക്കിയത് ആ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതുക. കൺക്ലൂഷന് 1-2 പേജിൽ നിങ്ങൾ 1-2 പാരഗ്രാഫിലാക്കിയിട്ട് എഴുതിയാൽ മതി. ഒരു പേജിലായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. അത് കുറച്ച് ലോങ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് ബിബിലിയോഗ്രഫിയാണ്. അപ്പോൾ ഇതിൽ ബിബിലിയോഗ്രഫി വരുമ്പോൾ ഈ ബുക്ക് അത് എഴുതിയ ആളെ ആരാണ്. ഓക്കെ, ദെൻ ചില പബ്ലിക്കേഷൻസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഴുതിയ ബുക്ക്, അത് എഴുതിയ ഓതർ, ഇനി നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ വേറെ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒരു മോഡൽ വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് അനലിറ്റിക്കലിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണിച്ചു തരാം. അനലിറ്റിക്കലാണ് നമ്മൾ ഫോം 2 ആണ് അനലിറ്റിക്കലിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. ഫോം 2 നമ്മൾ വെക്കുന്നു, നമ്മൾ ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇനി അവിടെ നമ്മൾ അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സെക്കൻഡ് ടൈറ്റിൽ പേജിൽ അസൈൻമെൻറ്റ് വെക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ, മുമ്പ് പറഞ്ഞ പോലെ ഇൻട്രഡക്ഷൻ എഴുതുന്നു. ഓക്കെ, ഇത് കുറച്ച് ലോങ് ആണ്, നിങ്ങൾക്ക് ഷോർട്ടായിട്ട് 1-2 പാരഗ്രാഫ് എഴുതിയാൽ മതി. ഇനി അതിൻ്റെ അനാലിസിസ്, ഇതിപ്പോൾ ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ഇതിന് മുകളിൽ അനാലിസിസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണോ ടോപ്പിക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ഫുട് നോട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ താഴെ നമ്പർ ഇട്ടിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഈ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ, വർക്കുകളൊക്കെ ഏതാണ്, ഇപ്പോൾ ഇതെവിടെയാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്ത ബുക്കാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, താഴെ ഫുട് നോട്ടായിട്ട് നമ്പറിട്ട് എഴുതാവുന്നതാണ്. 1, 2, 3, 4 എന്നൊക്കെ നമ്പറിട്ട് ഫുട് നോട്ടുകളും ആഡ് ചെയ്യാം. ഓക്കെ, ചില LSCകൾ ഫുട് നോട്ടുകൾ പ്രത്യേകം ആഡ് ചെയ്യണമെന്ന് നിർദ്ദേശം തരാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പിന്നെ അസൈൻമെൻറ്റിനെ കുറച്ചുകൂടി വാല്യൂ നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണ്. പിന്നെ ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അസൈൻമെൻറ്റ് അനാലിസിസ് നടത്തി എഴുതുക. ഓക്കെ, ഇനി അതിന് ശേഷം എഴുതിയതിന് ശേഷം ഒരു 6-7 പേജ് എഴുതിയതിന് ശേഷം നിങ്ങൾ കൺക്ലൂഷൻ നിങ്ങൾക്ക് എഴുതാം. കൺക്ലൂഷൻ ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൺക്ലൂഷൻ 1-2 പാരഗ്രാഫിലാക്കിയിട്ട് എഴുതാവുന്നതാണ്. ഇവിടെ നിങ്ങൾ റെഫറൻസ്, നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള വർക്കുകൾ, ഓക്കെ, ഇവിടെ അയാളുടെ പേരുണ്ട്, ബുക്കുണ്ട്, അതുപോലെ ഏത് പബ്ലിഷേഴ്സാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബെൻഡൻ ബുക്സ്, ഓക്കെ, ബേസിക് ബുക്സ്, അങ്ങനെ പബ്ലിക്കേഷൻസിൻ്റെയും പേരുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അസൈൻമെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ടൈറ്റിൽ പേജിൽ ചില യൂണിവേഴ്സിറ്റി LSC സെൻറ്ററുകൾ നിങ്ങളുടെ ഈ പിന്നെ ടൈറ്റിൽ പേജിൽ തന്നെ നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും യൂണിവേഴ്സിറ്റി ഈ ബാച്ച് നമ്പറും റോൾ നമ്പറൊക്കെ നിങ്ങൾക്ക് തരാറുണ്ട്. ഈ ബാച്ച് നമ്പറും റോൾ നമ്പറൊക്കെ നിങ്ങളുടെ LSC ബേസ്ഡ് ആയിട്ടുള്ള നമ്പറുകളാണ്. LSC പെട്ടെന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ കാര്യങ്ങൾക്ക് സുഖകരമാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബാച്ച് നമ്പറും റോൾ നമ്പറൊക്കെ നൽകുന്നത്.
മൊബൈൽ നമ്പറൊക്കെ എഴുതാൻ പറയാറുണ്ട്. അതെങ്ങനെയാണോ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ അത് തയ്യാറാക്കിയാലും അത് എഴുതിയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വെറും പ്ലെയിനായിട്ട് ടൈറ്റിൽ അസൈൻമെൻറ്റ് ടൈറ്റിൽ നിന്നിട്ട് നേരെ ക്വസ്റ്റ്യൻസ് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, കൂടുതൽ ഡൗട്ടുകൾ അതുപോലെ തന്നെ അസൈൻമെൻറ്റുകൾ, ഹെൽപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസ് അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ടൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ ഈ നൽകിയിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.